എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിമോഥെയോസിൻ്റെ ലേഖനത്തിലെ നീ നിന്നെ സൂക്ഷിക്കുക എന്നുള്ള ഉപദേശം സൂക്ഷിക്കുക, അങ്ങനെ ചെയ്താൽ നീ നിന്റെ പ്രസംഗം കേൾക്കുന്നതിൽ രക്ഷിക്കുക എന്നുള്ളതിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര വർഷം കേട്ടാൽ ഇനി ഈ ദൈവകൃപയിലേക്ക് വരും, ഒരു ആത്മീകനായി തീരും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 25 വർഷം ഞാൻ ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസിയായിരുന്ന ഒരാളാണ്. പെന്തക്കോസ്ത് ചർച്ച് ഓഫ് ഗോഡ് മുളക്കുഴ, PJ ഡാനിയൽ സാറിൻ്റെ സഭ. അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. പിന്തുടർച്ചക്കാരായിട്ട് വന്നവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, പുറത്തു പറയാൻ കൊള്ളത്തില്ല. ഹല്ലേലൂയ. ആ 25 വർഷം ഞാൻ പത്യവചനം പത്യോപദേശം കേൾക്കാതെ ഒരു അന്ധനായ പെന്തക്കോസ്തുകാരനായി ജീവിച്ച സമയത്ത് ദൈവത്താൽ വചനം ഫലമേൽപ്പിച്ച ഒരു ദൈവഭൃത്യനിൽ നിന്ന്, അല്ലെങ്കിൽ പിതാക്കന്മാരിൽ നിന്ന് ഈ വചനം കേട്ട് പഠിച്ചപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. പൗലോസ് വലിയ ജ്ഞാനിയും വലിയ കോടീശ്വരനും വലിയ മഹാനും ഒക്കെ ആയിരുന്നു. സന്നിധി സംഘത്തിൽ അംഗമല്ലേ. ഒരുത്തനെ വേണമെങ്കിൽ കൊല്ലാനുള്ള കൽപ്പന പുറപ്പെടുവിക്കാനുള്ള അധികാരമൊക്കെ തൻ്റെ കയ്യിലുണ്ട്. അധികാരപത്രവും മേടിച്ചുകൊണ്ട് പുറപ്പെട്ടെന്നൊക്കെയല്ലേ എഴുതിയേക്കണത്. പക്ഷേ കൂളിപ്പോകാത്ത അനന്യാസ് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറ്റി പറ? കണ്ണിൽ നിന്ന് ചെതമ്പല് വീണുപോയി. ന്യായപ്രമാണത്തിൻ്റെ ചെതമ്പൽ ഇന്ന് പലരുടെയും കണ്ണിലിരിക്കുക. ആ ചെതമ്പല് മാറാതെ ക്രിസ്തു ദർശനം നിനക്ക് കിട്ടുകയില്ല. ക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആധികാരികമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം നിനക്ക് പ്രസംഗിക്കണമെങ്കിൽ ആ ചിതമ്പല് പോണം. അനന്യാംശാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് പോകും. അതിന് മനസ്സ് വെക്കണം, ഈഗോ ഒക്കെ കളയണം. ഹല്ലേലൂയ. ഞാൻ ഇത്ര വർഷം കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത് ചുമലെല്ലാം തേഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല, പരിഹസിക്കുന്നതല്ല, നിന്ദിക്കുന്നതല്ല. ഞാൻ പിന്നെയും പറയുക, ഹൃദയത്തിൻ്റെ വേദന കൊണ്ടാണ് ഞാൻ പറയുന്നത്. 25 വർഷം ഒരു പെന്തക്കോസ്ത് കൂട്ടത്തിൽ പോയിട്ട് ഒരു സഹോദരൻ ഒരു വക അറിയാതെ ഇന്നും അവശനായി, ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ആത്മികമായി എല്ലാ നിലയിലും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ച കണ്ടുകൊണ്ട് വിലപിച്ചുകൊണ്ടാണ് ഈ സന്ദേശം പറയാൻ എനിക്ക് പ്രചോദനം കിട്ടിയത്. ആരെങ്കിലും ആ അവസ്ഥയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശത്തിലേക്ക് വാ. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് വാ. ഹല്ലേലൂയ. പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഞാൻ എപ്പോഴും പറയാന്നുള്ളതാണ്. മർക്കോസിന്റെ മാലമുറിയിൽ അഭിഷേകം പ്രാപിച്ചിറങ്ങി വന്ന ആ 120 പേരാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അവരുടെ പിന്തുടർച്ചക്കാരാ നമ്മളെ. സംശയമുണ്ടോ? മോശയുടെ പ്രമാണത്തിന്റെ പിന്തുടർച്ചക്കാരല്ല നമ്മൾ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാ. നമ്മൾ പുതിയ നിയമസഭയാ. പഴയ നിയമസഭയെ കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ദുഷ്ടസഭ. ഈ ദുഷ്ടസഭ എത്രത്തോളം എന്നോട് പിറുപിറുക്കും. ബാക്കിയൊക്കെ എടുത്തു തരാൻ എനിക്ക് സമയമില്ല. ഇപ്പോൾ നമ്മൾ ദുഷ്ടസഭയല്ല, ശരീരമാം സഭ, ക്രിസ്തുവിന്റെ ശരീരമാം സഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ. മണവാട്ടിയായ സഭ എന്ന് പറഞ്ഞാൽ കന്യകയായി ജീവിച്ച് മണവാട്ടി പദത്തിൽ എത്തേണ്ട സഭ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവെന്നും വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്ന സഭ. 3 പഠനങ്ങളാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ഇതാരെവിടെ പഠിപ്പിക്കണേ? പഠിപ്പിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചുരുക്കം ചില ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാര്, അത് വളരെ കുറവാ. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. മിസ്രിൽ നിന്ന് പുറപ്പെട്ടു 35 പാട്ടും പാടി 35 ലക്ഷം പുറപ്പെട്ടു, 2 പേര് അവിടെ ചെന്നെന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ ശേഷിപ്പാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രസംഗിച്ച് മരിക്കാനാണ് ഞങ്ങളുടെ നിയോഗം. ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണുന്ന ദുരാചാരങ്ങളെയും കള്ളപ്രവചനങ്ങളെയും ദുരുപദേശങ്ങളെയും കള്ളപ്രവാചകന്മാരെയും കള്ള സുവിശേഷകന്മാരെയും പൊളിച്ചടുക്കി പത്യവചനം പ്രസ്താവിക്കുക എന്നുള്ളതാണ് എൻ്റെ മേലുള്ള നിയോഗം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ താഴ്മയോടെ വിനയത്തോടെ ഞാൻ പറയുന്നു, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ നിയോഗം അതാണ്. 21-ാം അധ്യായം മത്തായി പഠിക്കുമ്പോൾ എന്താ അവിടെ എഴുതി വച്ചേക്കുന്നത്?
മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം പഠിക്കുമ്പോൾ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളത് വായിച്ചു കേൾപ്പിക്കാം. മോശയുടെ കാലഘട്ടത്ത് മോശയുടെ പ്രമാണം ഏറ്റുവാങ്ങിയ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവമാക്കി വെച്ച ശാസ്ത്രിമാരും പരീശന്മാരും ആ 23-ാമത്തെ വാക്യത്തിന്റെ 1-ാം വാക്യത്തിൽ 23-ാം അധ്യായത്തിലെ 1-ൽ അതുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അതെ, ശാസ്ത്രിമാരും പരീശന്മാരുമായ പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. 2-ാം വാക്യത്തിലാണ്. മോശയുടെ പീഠത്തിൽ, മോശയുടെ കസേരയിൽ അവർ കയറിയിരിക്കുക. മോശയുടെ സ്ഥാനത്ത് അവരെ ആക്കി വെച്ചിരിക്കുക. അവർ ചെയ്യുന്നത് എന്താ? ഘനമുള്ള ചുമടുകളെ അവർ ചെയ്യുന്നത്, അവർ നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. അപ്പൊ അവരൊന്നും പ്രവർത്തിക്കുന്നില്ല, ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രവർത്തിക്കുന്നില്ല, ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല അതിലെ ശിഷ്യരാക്കാനാ പറഞ്ഞേക്കുന്നത്. അത് പ്രമാണിച്ച് ശിഷ്യരാക്കാനാ, പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ അവര് പറയുന്നുണ്ട്, ചെയ്യുന്നില്ല. പിന്നെ അവർ ചെയ്യുന്നത് എന്താ? ഘനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുന്നില്ല. അടുത്ത്, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യരെ കാണിക്കേണ്ടതിന് ഇത്രേ ചെയ്യുന്നത്. 10 സൈക്കിൾ കൊടുത്ത ഫോട്ടോഗ്രാഫർ വരണം, വീഡിയോഗ്രാഫർ വരണം, ഫോട്ടോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, എന്നാലേ സമാധാനം വരൂ. നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ? വീട് കൊടുക്കുന്നു, ചാവി കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, വണ്ടി കൊടുക്കുന്നു, സ്കൂട്ടർ കൊടുക്കുന്നു. നല്ല കാര്യങ്ങളാ. ലോകക്കാരെ കാണിച്ച് അപ്ലാസ് അടിക്കാനാണെങ്കിൽ പ്രതിഫലം പോയെന്നാ കർത്താവ് പഠിപ്പിച്ചേ. എനിക്ക് അതേ അറിയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യർ കാണേണ്ടതിൽ എത്ര ചെയ്യുന്നത്? തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി, തൊങ്ങൽ വലുതാക്കുന്നു, അത്താഴത്തിൽ പ്രധാന സ്ഥാനം, പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും, മനുഷ്യർ റബ്ബി എന്ന് പറയുന്നവർക്ക് പ്രിയമാകുന്നു. ഒരു കൊച്ചു പയ്യൻ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു പാസ്റ്ററിനെ ഒരു പയ്യൻ വിളിച്ചു, പാസ്റ്റർ എന്തുണ്ട് വിശേഷം? ഏത് പാസ്റ്റർ? എടാ സെൻട്രലിന്റെ ചുമതല കിട്ടി, ഇനി സെൻട്രൽ പാസ്റ്റർ എന്ന് വിളിക്കണം. പല പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. റബ്ബി എന്ന് വിളിക്കണം, സെൻട്രൽ പാസ്റ്റർ എന്ന് വിളിക്കണം. പ്രസിഡന്റ് വരുമ്പോൾ എഴുന്നേറ്റിരിക്കണം, കുമ്പിടണം. കൈയൂടി മുത്തിയാ പിന്നെ സംഗതി എല്ലാം അങ്ങ് തികഞ്ഞെന്ന് വെച്ചു. ഇനി അങ്ങാടിയിൽ വന്നതും മനുഷ്യർക്ക് റബ്ബി എന്ന് വിളിക്കുന്നത് പ്രിയമാകുന്നു. കർത്താവ് എന്താ പറഞ്ഞ്? നിങ്ങൾ റബ്ബി എന്ന് പേരെടുക്കരുത്. നിങ്ങളുടെ ഒരുത്തൻ എത്രയും നിങ്ങളുടെ ഗുരു കർത്താവ്. നിങ്ങളെല്ലാവരും സഹോദരന്മാർ. വി ആർ ബ്രദേഴ്സ്. റവറൻറ്റും ഡോക്ടറും പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും വേണ്ട നമുക്ക്. അതൊക്കെ ആ ചുമതലകൾ വഹിക്കുന്നെങ്കിൽ വഹിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അഹങ്കാരം കാണിക്കരുത്. ദൈവം നിന്നെ ഒരുപക്ഷെ താഴ്ത്താനിടയായിത്തീരും. ഹല്ലേലൂയ. നായകന്മാർ എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിന്റെ നായകൻ. ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. നമ്മളെ ഉയർത്തുകയല്ലേ. റവറന്റ് വെച്ച്, ഡോക്ടർ വെച്ച്, മറ്റു പകരുകളൊക്കെ വെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന കാഴ്ചപ്പാട് നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്നെ ചിലർ സഹോദരൻ എന്ന് വിളിക്കാറുണ്ട്, സന്തോഷം. പാസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്, സന്തോഷം. വേറെ ഏതെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും, വേണ്ട, അതൊന്നും വേണ്ട. ശ്രേഷ്ഠദാസൻ എന്നൊന്നും വേണ്ട. ഉദ്ദേശി എന്ന് വിളിച്ചാൽ മതി. ദേശി എന്ന് വിളിക്കരുത്, ഉപദേശി എന്ന് വിളിക്കണം. കാരണം പലരും ഇന്ന് ഊദേശി എന്നാണ് വിളിക്കുന്നത്. കാരണം ഉപദേശം ഇല്ലാത്തതുകൊണ്ടാ ഉപദേശി എന്ന് വിളിക്കാത്ത. ഊദേശി. പോട്ടെ, വിഷയത്തിലേക്ക് വരട്ടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ. അപ്പൊ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ഈ മഹാന്മാരെ കർത്താവ് വിളിക്കുന്നത് കപടഭക്തിക്കാരും ശാസ്ത്രിമാരുമായുള്ളവരെ. നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. നിങ്ങൾ ഉപായ രൂപേണ പ്രാർത്ഥിക്കുകയും. ഇടയ്ക്കൊരു പാസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ചിന്ത വന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ
പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ കർത്താവ് ഇറങ്ങി ഓടുക തുടങ്ങും. ബാക്കി കേൾക്കാൻ കർത്താവ് നിൽക്കില്ലെന്ന് എൻ്റെ ചിന്ത. ഒരു പരിധി രൂപത്തിൽ ഞാൻ പറഞ്ഞതാണ്, ക്ഷമിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിധവയുടെ വീടുകളെ വിഴുങ്ങുന്നു. പിന്നെ അടുത്ത് ചെയ്യുന്നത് എന്താ? ഉപായ രൂപേണ പ്രാർത്ഥിക്കുന്നു. ഇത് നിമിത്തം കടുപ്പമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി ഭവിക്കും. അവിടെ ഭക്തിക്കരായ ശാസ്ത്രിമാരും പരിശുദ്ധമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. പാസ്റ്റർമാർ ഇത് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്ന വകുപ്പിലാണോ എന്ന് നമ്മൾ ശോധന ചെയ്തോണം നമ്മളെ തന്നെ. എൻ്റെ ശുശ്രൂഷ കൊണ്ട് ജനം നരകത്തിൽ പോകുന്നു, അത് സ്വർഗരാജ്യം പ്രാപിക്കാനിടയാകുന്നു എന്ന് ശോധന ചെയ്തോണം, ശോധന ചെയ്തോണം, ശോധന ചെയ്തോണം. എനിക്കത് വലിയ നിർബന്ധമുള്ള കാര്യമാണ്. സ്തോത്രാജ്യം നമുക്ക് കിട്ടിയില്ലെന്ന് വരും, ദശാംശമൊന്നും കിട്ടിയില്ലെന്ന് വരും. നീ കൂലിക്കാരനാണ്, വേലക്കാരനാണോ, കൂലി നിനക്ക് ദൈവം തന്നോളൂ. പക്ഷെ വിശ്വാസിയെ നീ സ്വർഗത്തിലെത്തിക്കാൻ നീ ഉപദേശം പഠിപ്പിച്ചവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വേഗം വരട്ടെ. ഞാനിത് കൺക്ലൂഷൻ 2 ക്ലിപ്പ് കൊണ്ട് കൺക്ലൂഷൻ ചെയ്യാനാണ് താല്പര്യം. സ്തോത്രം, സ്തോത്രം. അടുത്ത്, നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ഓ മൈ ഗോഡ്. ദശാംശ, സ്തോത്രാജ്യം, വഴിപാടെല്ലാം കൊടുക്കും. ഗൾഫിൽ നിന്ന് വന്ന എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിട്ട കാശൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. തിരിച്ചു കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് കയറ്റി ഗൾഫിലേക്ക് വിടുമ്പോൾ അപ്പോഴും കൊടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഇന്ന് പൽക്കാലം ശോധന ചെയ്തോണം. മറ്റൊക്കെ ചെയ്യുന്നതൊക്കെ അവരവർക്ക് ഇഷ്ടം പോലെയൊക്കെ ചെയ്തോട്ടെന്ന്. ഇപ്പം നമ്മളിപ്പോൾ അതിനൊന്നും കടിഞ്ഞാണിടൊന്നും ഇടുന്നില്ല. ഇത് കിട്ടുന്ന ഭൗതികങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടാമോ അതൊക്കെ മേടിച്ചോ. പക്ഷേ നിങ്ങളവരെ നിത്യതയിൽ എത്തിക്കാൻ ശ്രമിച്ചോണം, അല്ലെങ്കിൽ ഗുണമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. എന്നിട്ട് അവരെ വിളിക്കുക കുരുടന്മാരായ വഴികാട്ടികളെ. അത് 2-3 സ്ഥലത്ത് കർത്താവ് പറയുന്നുണ്ട്. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ആ കഷ്ടമെന്ന് മത്തായി 23:16, 23:24 കുരുടന്മാരായ വഴികാട്ടികളെ. പിന്നെ അടുത്ത്, കുരുടന്മാരും മൂഢന്മാരുമായുള്ളവരെ. ലവോദിക്ക വന്ന് കിടക്കിയവരല്ല. ഇന്നത്തെ കാലം ലവോദിക്ക കാലഘട്ടമായിട്ടാണ് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അത് വേദപുസ്തകത്തിൻ്റെ പരിജ്ഞാനം, വിവേകമുള്ളവരൊക്കെയാണ് കേട്ടോ. അല്ലാത്തവരൊക്കെ വേദപുസ്തകം തിന്നാനും കുടിക്കാനും നടക്കാനും പോകാനും ഒക്കെ ഉള്ള വഴി കിട്ടുന്ന പുസ്തകമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളങ്ങനെയല്ല. അത് രാജ്യം നീതി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്ന് വിചാരപ്പെടേണ്ട. ദൈവരാജ്യം, ദൈവനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് തന്നോളൂ. വേദപുസ്തകം ഭൗതികം ഉണ്ടാക്കാനുള്ളതല്ല, സ്വർഗത്ത് പോകാനുള്ള വഴിയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. അപ്പോസ്തലന്മാരും കർത്താവും നമുക്ക് തന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി വെട്ടി തെളിച്ചു തരികയായി. ഇന്നാളൊരു പാസ്റ്റർ പറഞ്ഞു, അത് ഇടുക്കുള്ള വഴിയാ. തോന്നിയ പോലെയൊക്കെ അങ്ങ് ചെന്ന് കയറാൻ പറ്റത്തില്ല. ഇടുക്കുള്ള വഴിയാ. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, അരിതു കടന്നിടുമോ, കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഇതല്ലോ മോക്ഷ വഴി. ഇവിടെ ഈ വഴി കൂടി പോകുമ്പോൾ കൂട്ടുകാരൊന്നും കാണത്തില്ല, സഹായികളൊന്നും കാണത്തില്ല, വലിയ സ്വോത്രാഴ്ചയൊന്നും കിട്ടത്തില്ല, വലിയ ദശാംശമൊന്നും കിട്ടത്തില്ല, വലിയ നന്മകളൊന്നും കിട്ടത്തില്ല. കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ ലാസറിനെ പോലെ ഇവിടെ ജീവിച്ചു എന്ന് വരാം. പക്ഷേ കാഹളം ധരിച്ച് കർത്താവ് വരുമ്പോൾ മഹാസന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കും. അതാണ് എൻ്റെ ചിന്ത. എനിക്ക് കിട്ടിയ വചനം വെളിപ്പാട് അതാ. കർത്താവ് വരുമ്പോൾ രൂപാന്തര ശരീരം, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം ഒരു സുന്ദരമായൊരു ജീവിതം, അത് കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ദൈവത്തെ എപ്പോഴും ആരാധിച്ചുകൊണ്ട് സ്വർഗീയ സന്തോഷത്തിൽ നമ്മൾ സ്വർഗത്തിലായിരിക്കും, സ്വർഗീയ ശരീരത്തിൽ. അതാണ് എൻ്റെ സന്തോഷം, അതാണ് എൻ്റെ പ്രത്യാശ. എനിക്ക് ദൈവവചനത്തിലൂടെ പഠിച്ചെടുത്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് അതാണ്.
നാളൊരു ഭാഷ പ്രസംഗിക്കുന്നുണ്ട്, ദൈവസഭയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തരാൻ പോവാണ്. കാരണം പുള്ളിയുടെ ചർച്ചിലുള്ളവരൊക്കെ റിയൽ എസ്റ്റേറ്റ് വിറ്റിടും കള്ളക്കച്ചവടക്കാരുമാണ്. അവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ പോകും. അപ്പോൾ പുള്ളിക്ക് കിട്ടുമല്ലോ അതിൻ്റെ. എന്തൊക്കെ അബദ്ധമാണ്! ദൈവസഭയെ ദൈവം അങ്ങ് അനുഗ്രഹിക്കാൻ പോവാന്ന് ഭൗതികം കൊണ്ട്. ഇതെന്തൊരു ഉപദേശം! ഇതെവിടെ കിടന്ന ഉപദേശം? കർത്താവ് അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു പദം? ആ പുള്ളി തന്നെ പറഞ്ഞ പൗലോസ് എഴുതിയ ലേഖനം പാസ്റ്റർമാരെ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്തു ചെയ്യും ദൈവമക്കളെ? ഇതൊക്കെ കേട്ടിട്ടിരുന്ന് കരയാണ് ഞാൻ. ദേഷ്യപ്പെടുകയല്ല, സങ്കടപ്പെട്ട് കരയുക. ശുശ്രൂഷകന്മാർ ഇതിനേക്കാൾ ഇനി അധപ്പതിക്കാനുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഞാൻ ഒരു ശുശ്രൂഷകനാ. ജോലിയും കൂലിയും വലിച്ചെറിഞ്ഞ് വന്നിട്ട് ശുശ്രൂഷ അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിച്ച് മുമ്പോട്ട് പോകുന്നൊരു ശുശ്രൂഷകനാ. എനിക്ക് തന്നിരിക്കുന്ന കഷ്ടത കർത്താവിനെ സേവിക്കാൻ എനിക്കത് അനുഗ്രഹമാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ആരെങ്കിലും പ്രശംസിക്കുമോ? കഷ്ടതയെ പിശാച് എന്ന് പറഞ്ഞ് പത്സിക്കുന്ന ഭാഷമാരെ എനിക്കറിയാം. പത്സിച്ച് കഷ്ടത പോയി കോടിക്കണക്കിന് രൂപയായി ദൈവകൃപ മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു ഗുണമില്ലാത്ത നിലവാരത്തിൽ കിടക്കുന്ന എത്രയുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ എൻ്റെ ഹൃദയത്തിൽ വേദനയാണ്. ഞാൻ പരിഹസിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവമേ, എത്ര നന്നായി ശോഭിച്ചു നിന്ന ശുശ്രൂഷകന്മാർ ഭൗതികം പിശാച് കൊടുത്ത് അവരെ തകർത്ത് തരിപ്പണമാക്കി. അവർ ചപ്പും ചവറും വിളിച്ചു പറഞ്ഞ് ജനത്തെ ഇരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്. കാരണം ഒരു കാലത്ത് ഞാൻ അവരുടെ പ്രസംഗം കേട്ട് തുള്ളിച്ചാടിയവനാണ്. ഇന്ന് അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഛർദ്ദൽ വരിക, എനിക്ക് വോമിറ്റിംഗ് വരിക. കാരണം എന്താ? എനിക്ക് ഭക്ഷിക്കാൻ അതിലൊന്നുമില്ല. ഇന്നത്തെ വിശ്വാസികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഭക്ഷിക്കാൻ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക്, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർക്കും അതിലൊന്നും കിട്ടാനില്ലെന്ന് എൻ്റെ ചിന്ത. എന്തോ ആകട്ടെ, പോട്ടെ. അപ്പോൾ ഇവിടുത്തെ വിഷയം, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരുന്ന് ഇസ്രായേൽ ന്യായപ്രമാണം പഠിപ്പിച്ച് അവരെ പ്രബുദ്ധനാക്കി എടുക്കേണ്ടതിന് പകരം ഇപ്പോൾ ഒരു സംശയം തോന്നും. കർത്താവ് ജനിച്ച് വീഴുന്ന പശ്ചാത്തലം, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി നിലനിൽക്കുന്നു, റോമൻ സാമ്രാജ്യം ആ രാജ്യം ഭരിക്കുന്നു. ശരിയാണല്ലോ. ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് ഇവനോട് ഇങ്ങനെ പറഞ്ഞു, നീ പോയി നിന്റെ പുരോഹിതനെ കാണിച്ച് മോശ പറഞ്ഞിരിക്കുന്ന വഴിപാട് കൽപ്പിക്കാൻ പറഞ്ഞു. എന്താ കാര്യം? അവൻ ന്യായപ്രമാണത്തിന്റെ വക്താവാണ്. അവനത് ചെയ്യണം. യാഗം കഴിച്ച് നിയമം ചെയ്ത് വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. അവർ യാഗം കഴിച്ച് നിയമം ചെയ്ത് അവർക്ക് സ്വർഗത്ത് പോവാം. പുതിയ നിയമ വിശ്വാസി അല്ല അവര്. അവർ മോശയുടെ പ്രമാണം അനുസരിക്കണമായിരുന്നു. സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് ചാകുമ്പോൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം ലഭിച്ചുവെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവനെ കല്ലെറിഞ്ഞത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇസ്രായേൽ മക്കൾ ന്യായപ്രമാണം അനുസരിക്കണമായിരുന്നു. കർത്താവും യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നില്ലെന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ. ഹല്ലേലൂയ. പൗലോസ് പുതിയ നിയമ വെളിപ്പാട് യഥാർത്ഥമായി ഗ്രഹിച്ച് കിട്ടുന്നതിന് മുൻപ് വരെ തിമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു. ന്യായപ്രമാണത്തിലെ പരിച്ഛേദന, തലമൂടനം ചെയ്തു, പലതുമൊക്കെ ചെയ്തു. പ്രവൃത്തി പുസ്തകം, ബുക്ക് ഓഫ് ആക്ട്സ് ലേണിംഗ് പീരീഡാണ്. ഡബിൾ ക്ലച്ച് ഡബിൾ ബ്രേക്ക് വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഒരു 3-4 ദിവസമായി പഠിക്കാൻ പോയുള്ളൂ. ആശാൻ വണ്ടിയിലില്ലെങ്കിൽ ഈ ശിഷ്യൻ വണ്ടി എടുക്കുമോ? അങ്ങനെയുള്ള ശിഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണേ. ഒരാഴ്ചയെ പഠിക്കാൻ പോയുള്ളൂ. ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും ഉള്ള വണ്ടിയിൽ ആശാൻ പറയാ, ഇന്ന് നിങ്ങൾ വണ്ടി ഓടിക്കുക. കുട്ടിയോട് പറയാ, സ്റ്റുഡൻറ്റിനോട് പറയാ, ഭാസ്കരൻ എന്നാ എന്തെങ്കിലും ഒരു പേര് വെച്ചോ, ഭാസ്കരൻ വണ്ടി ഓടിക്കുക, ഞാൻ പുറത്തിരിക്കുക. ഇല്ല സാറേ, ഞാനില്ല. 2 മാസം കഴിയുമ്പോഴോ, അതാണ് പ്രവൃത്തി പുസ്തകം. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. 2-3 മാസം കഴിയുമ്പോൾ ആശാൻ അവിടെ നിന്നോ ഞാൻ ഓടിച്ചോളാം എന്ന് പറയും. അത് ഞങ്ങളൊക്കെ അങ്ങനെ ഓടിച്ചവരാ. എന്നും കുന്നും ഇന്നത്തെ പല ശിഷ്യന്മാരെ പോലെ ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും വെച്ച് വണ്ടി ഓടിക്കുന്ന പാർട്ടന്മാരൊന്നും അല്ല. അഹങ്കാരം പറയാമെന്ന് ചിന്തിക്കരുത്. താഴ്മയോടെ, വിനയത്തോടെ, സ്നേഹത്തോടെ പറയട്ടെ. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ നന്നായി കർത്താവിൻ്റെ ദാസന്മാരെന്ന് ഉപദേശം കേട്ടു. ഇന്ന് ഞങ്ങളത് പഠിപ്പിക്കുന്നവരാ. വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിൽ.
എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അക്കരെ പോകാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ സ്കോളേഴ്സ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചില്ലെങ്കിലും രക്ഷപ്പെടാനുള്ള ഉപദേശം പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അതിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് നമുക്ക് രക്ഷപ്പെടാമല്ലോ. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക്. അതുകൂടി ഇതിനിടയ്ക്ക് ഓർമ്മ വന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുകയാണ്. നമ്മൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പാസ്റ്റർമാരോട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവരോടും അല്ല. വചനം ദൈവം പരമേൽപ്പിച്ച ശുശ്രൂഷകന്മാരുണ്ട്, അവരോട് ചോദിക്കണം. എല്ലാവരോടും ചോദിച്ചാൽ കിട്ടത്തില്ല, തിരിച്ചു തരുമോ? പണ്ട് സ്വർഗത്ത് പോകുമ്പോൾ കരയുമെന്നൊരു ഒരു കുഞ്ഞു ചേച്ചി എന്നെ പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ വെച്ച് ഇതെന്ത് പാടുക, രക്ഷിക്കപ്പെടും. ഇപ്പോൾ ഇവിടെ കരച്ചിലേ ഉള്ളൂ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴും കരച്ചില്ല. ആനന്ദ കണ്ണീരുണ്ടെന്നൊക്കെ വേറെ വിഷയം. ഇതങ്ങനെയല്ല. അപ്പനും അമ്മ അവിടെ വരാനില്ല, ഭാര്യ വന്നില്ല, മക്കൾ വന്നില്ല, കൊച്ചുമക്കൾ വന്നില്ല, ഏറ്റവും സ്നേഹിച്ച കുട്ടികളൊന്നും വന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, കർത്താവേ എല്ലാം നരകത്തിൽ പോയല്ലോ തോർത്ത് കരയുന്നു. ഒരു വലിയ ഞങ്ങളെ ദൈവദിനം പഠിപ്പിച്ച് ദേവദാസനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ പൊട്ടത്തരമാണ്, ബാലിശമാണ്. രൂപാന്തര ശരീരത്തിന്, സ്വർഗീയ ശരീരത്തിന് ദുഃഖമില്ല എന്ന് പഠിപ്പിച്ചു. കഷ്ടതയില്ല, കണ്ണീരില്ല, ദുഃഖമില്ല, മറുപടിയില്ല, ഒന്നുമില്ല, മരണമില്ല. ആ സ്വർഗീയ സന്തോഷത്തിന്റെ തിമിർപ്പിലുള്ള ശരീരമാണ്. ജഡബന്ധങ്ങളെ കുറിച്ച് ആ ശരീരം ചിന്തിക്കുന്നില്ല. എത്ര മനോഹരമാണ് അത് എന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ അനുഭവത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നേ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് എൻ്റെ വീട്ടിലൊരു മോളുടെ കൊച്ചുണ്ട്. ABCD ബുക്ക് മേടിക്കാനായിട്ട് മമ്മിയോട് പറഞ്ഞ ഒരു വഴി ഒടിച്ചു കൊടുത്തു. ആ ABCD ബുക്ക് അവൻ തുറന്നു വെച്ചിട്ട് A എന്നവൻ വായിക്കുവോ? B എന്നവൻ വായിക്കുവോ? C എന്നവൻ വായിക്കുവോ? A ആപ്പിൾ, B ബോൾ, C കാറ്റ് എന്നവൻ വായിക്കുവോ? അവന് പറഞ്ഞു കൊടുക്കണം ആദ്യം. അതാണ് ഞാൻ റോമലേഖനത്തിൽ പറഞ്ഞത്. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം റോമർ 6:17, റോമർ 16:17 നിങ്ങൾ പഠിച്ച ഉപദേശ രൂപം. സഭയിൽ പാസ്റ്റർമാർ ഉപദേശം പഠിപ്പിക്കണം, പഠിപ്പിച്ചവരെ പ്രാപ്തരാക്കണം. ഉപദേശം പഠിപ്പിച്ചവരെ കർത്താവിന്റെ അവരെ വേണ്ടി ഒരുക്കണം. അതിനാണ് അവർ നിങ്ങൾക്ക് സ്വോത്രാഴ്ചയും ദശാംശം തരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും ഡോക്ടറാക്കാനും MBBS പഠിപ്പിച്ച് നേഴ്സാക്കാനും ഡോക്ടറാക്കാനും മറ്റു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതൊക്കെ നിങ്ങൾ ചെയ്തു, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല ഇവിടെ. ഇതിപ്പോൾ അത് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, എന്താണ് സഭയിൽ നടക്കുന്നത്? 25 വർഷമായൊരു സഹോദരൻ ഇന്നലെ എൻ്റെ കൺമുമ്പിൽ കിട്ടിയിട്ട് അവൻ്റെ ചെയ്തികളും പറച്ചിലും കേട്ടിട്ട് എനിക്ക് സങ്കടം വരികയായിരുന്നു. എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇച്ചിരി കരയണമെന്ന് തോന്നി. ഞാൻ കരഞ്ഞാൽ പിന്നെ അവനെന്ത് വിചാരിക്കുന്നു? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഭിഷേകം ഇതുവരെ പ്രാപിച്ചിട്ടില്ല, അന്യഭാഷ കിട്ടിയിട്ടില്ല, ആരാധന ഇല്ല, സത്യത്തിലും ആത്മാവിലുള്ള ആരാധന അവനിലില്ല, ആത്മാവിൻ്റെ ഇടപെടൽ അവനിലില്ല, ഒരു ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ല. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ലെങ്കിൽ നമ്മുടെ ജഡത്തെ നമുക്ക് എങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും സഹോദരങ്ങളെ? ആത്മശക്തി ഇല്ലാതെ എങ്ങനെ ക്രിസ്തുജീവിതം നയിക്കാൻ കഴിയും? വിജയകരമായ ക്രിസ്തുജീവിതം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു എന്നൊന്നുമില്ല എഴുതിയിരിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. അപ്പൊ സഭയെ എന്ത് ചെയ്യണം? ഉപദേശം പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ ഉപദേശം പഠിപ്പിച്ച് പ്രാപ്തന്മാരാക്കണം. പ്രവൃത്തി പുസ്തകം ഞാൻ എപ്പോഴും എടുത്ത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും ക്രിസ്തുവിനോടുള്ള പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ആത്മീയവർദ്ധന പ്രാപിച്ചു, ആത്മീയ നിറവ് പ്രാപിച്ചു, ആത്മീയ വളർച്ച പ്രാപിച്ചു. ഇതല്ലേ വിശ്വാസികൾക്ക് വേണ്ടത്? ഇതല്ലേ സഭയ്ക്ക് വേണ്ടത്? 10-15 വിശ്വാസികൾ, വിദേശത്തുള്ള വിശ്വാസികൾ ഉണ്ടെങ്കിൽ പാസ്റ്ററിന് സന്തോഷം. നീ സന്തോഷിച്ചോ? അവരുടെ കുടുംബങ്ങളെ നിത്യതയ്ക്ക് എത്തിക്കണ്ടേ?
അതിനുവേണ്ടി കോട കൊടുത്ത് പാസ്സാകുന്നത് പാപമല്ലേ? എങ്ങനെ സ്വർഗം കിട്ടും നിനക്ക്? ഹല്ലേലൂയ. ഞാനതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുക ദൈവമക്കളെ. പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ ഇലക്ഷൻ നടക്കുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ഈ ഈ ഈ ആരുടെ പേര് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണേ, അഹരോൻ ലീഡർഷിപ്പിലുള്ളവർ വലിച്ചെറിയുക. അഹരോന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ജനത്തെ കൊന്നു പിടിച്ചവർ, 3000 ഒന്ന് നശിപ്പിച്ചവർ. എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് 10,000 രൂപ കൊടുക്കുക. ഞാനത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. 15 പേരുള്ള സഭ തരാം, ഇത്ര ലക്ഷം ലേലം വിളിയ. ഇവർക്ക് ഏത് നിത്യതയാണെന്നാണ് എൻ്റെ ചോദ്യം. അതെ, ഞാനൊരു തിരുത്തൽവാദി തന്നെയാണ്, ഞാനൊരു വിമർശകൻ തന്നെയാണ്. ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വീണപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായി. ഇന്ന് ആത്മീയഗോളത്തിൽ കാണിക്കുന്ന ഈ അന്യായങ്ങളെല്ലാം എൻ്റെ ദൈവമേ, ഇതെവിടെ കൊണ്ടുവന്ന് ഇവർ വയ്ക്കും? ഇതിനെവരെങ്ങനെ ദൈവസനിൽ കണക്ക് പറയും? ഹല്ലേലൂയ. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ പോലെ, ഒരു പല്ലിയെ അബദ്ധവശാൽ നമ്മൾ കൊന്നാൽ നമ്മുടെ ദുഃഖം, നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകും. എന്നാൽ ഭീകരന്മാർ ജനത്തെ കഴുത്തറുത്ത് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ട് അവർക്കൊരു വേദനയില്ല. കാരണം എന്താ? നമ്മുടെ മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോയി. പൗലോസ് 1 തീമോഥെയോസ് 1:5 പറയുന്ന ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവർക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയും? 2 പേരെ നിന്റെ ഉള്ള കൂടുന്നുള്ളൂ, ഒരാളെ നിന്റെ കൂടെ ഉള്ളൂ. അവരെ നീ സ്വർഗത്തിൽ എത്തിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്. 500 പേരെയും 1000 പേരെയും 2000 പേരെയും 3000 പേരെയും നാളൊരു ഭാഷ പറഞ്ഞ് ഞങ്ങൾക്ക് 8 ലക്ഷമുണ്ട്, 8 ലക്ഷമുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, ആയിക്കോ. 8 ലക്ഷം 8 ലക്ഷം എവിടെ പോകുന്നെന്ന് തീരുമാനിച്ചോണം. എങ്ങോട്ടാ പോകുന്നത്? നമ്മളും അവരും എങ്ങോട്ടാ പോകുന്നെന്ന് നമ്മൾ തീരുമാനിച്ചോണം. 7 മിഷൻ വെച്ച് എണ്ണി കാശ് കൊണ്ടുവന്ന് ബാങ്കിൽ ഡംപ് ചെയ്ത് അതെടുത്ത് സുഖിച്ച് ജീവിക്കുന്ന സൂഹ്യന്മാരോട് എനിക്കൊരു ചോദ്യം. നിങ്ങളും നിങ്ങളുടെ അണികളും നിങ്ങൾ എങ്ങോട്ട് പോകുന്നു നിങ്ങൾ സൂക്ഷിച്ചോണം. ദൈവരാജ്യം നിങ്ങൾക്ക് അടയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. കണ്ണുനീരോടെ ഞാൻ പറയുക, ഹൃദയ നുറുക്കത്തോടെ ഞാൻ പറയുക, ഈ ഭൂമിയിൽ നമ്മൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിച്ച് ജീവിച്ചാലും സാരമില്ല പ്രിയമുള്ളവരെ. ആ മഹാസന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. വലിയ സന്തോഷം. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അതിലുണ്ടായാലും വലിയ സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു തീരാത്തതും മഹിമുള്ളതുമായ സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് നമുക്കതുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവര് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ 10-25 വർഷമായിട്ടും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ കഴിയാതെ, ആത്മീയ വളർച്ച പ്രാപിക്കാതെ, ആത്മീയവർദ്ധന പ്രാപിക്കാതെ, ആത്മീയ നിറവ് പ്രാപിക്കാതെ ഇന്നും നിങ്ങൾ ആത്മീക ശൈശവാവസ്ഥയുള്ളവരായി, ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ കീഴിൽ ആത്മീക കുരുടന്മാരായി, ആത്മീയ നഗ്നന്മാരായി നിങ്ങൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം ഇതാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിൽ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർദ്ധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് നിത്യതയിലേക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഒരു ലാസ്റ്റ് മെസ്സേജാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ എത്തുന്നത്. എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എനിക്ക് എത്ര കാലം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എത്ര കാലം ഉണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഈ ലോകത്തിൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്കറിയത്തില്ല. സുവിശേഷ വിരോധികൾ കുമിളുപോലെ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കും. കന്യാസ്ത്രീമാരെ വടക്കേ ഇന്ത്യയിൽ പീഡിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ ബജറംഗ് ദൾ ശക്തിയോടെ എഴുന്നേറ്റ് അവർ പറയുന്നു, കേരളക്കരയിലും കേരളം മൊത്തമായിട്ട്, ഇന്ത്യ മൊത്തമായിട്ട് അവർ സുവിശേഷത്തിനെതിരെ അവരുടെ അണികളെ അണിനിരത്താനായിട്ട് അവർ കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ വരയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന നീ ഒരു ആത്മീക ശിശുവാണെങ്കിൽ, ഒരു ആത്മീക ദാരിദ്ര്യത്തിൻ്റെ കീഴിൽ കഴിയുന്നെങ്കിൽ, ആത്മീക ശൈശവസ്ഥയിലാണെങ്കിൽ നിനക്ക് എങ്ങനെ ദൈവരാജ്യം കിട്ടും? ഈ ശത്രുക്കളുടെ മുൻപാകെ നിനക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? യേശുക്രിസ്തുവിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞപ്പോൾ ഒരു മിഷണറി കുടുംബം പറഞ്ഞു,
ഞങ്ങൾ തള്ളിക്കളയില്ല. ഭാര്യയും ഭർത്താവും 2 കുട്ടികളും. റോമൻ സാമ്രാജ്യം ഒരു വലിയ കുഴി കുടിച്ച് അവരെ കുഴിയിൽ ഇറക്കി നിർത്തി. യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾക്ക് പോകാമെങ്കിൽ ഈ കുഴിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താം. 2 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും കുഴിയിൽ നിൽക്കുക. കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് ഞാൻ കേട്ട ഒരു സംഭവമാണ്, എൻ്റെ ഹൃദയത്തെ തകർത്തൊരു സംഭവം. കുറച്ചു നേരം ചിന്തിച്ചിട്ട് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, എടീ, ഈ പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടി നമുക്ക് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് അവർക്കൊരു ഭാവി കൊടുക്കുക. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ പാദപിടത്തിൽ നിന്ന് പഠിച്ച മറിയ സഹോദരി ആയിരിക്കും അത്, അല്ലെങ്കിൽ മറിയെ പോലെ ഒരെണ്ണമായിരിക്കും. ആ സഹോദരി പറഞ്ഞു, ഇന്നത്തെ സഹോദരന്മാരെ പോലെ അല്ലേ, മറിയെ പോലെ. ആ സഹോദരി പറഞ്ഞു, കർത്താവിനെ തള്ളിക്കളഞ്ഞൊരു ജീവിതം നമുക്കില്ല, നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടാമെന്ന് പറഞ്ഞ് അവരാ മണ്ണിട്ട് മൂടുന്ന ഒരു അനുഭവമായിരുന്നു അന്ന്. ആ 4 പേരെയും മണ്ണിൻ്റെ അടിയിലേക്ക് പിശാചുക്കൾ അല്ലെങ്കിൽ ശത്രുക്കൾ അവരെ കുഴിച്ചു മൂടാനിടയായിട്ട്. അവർ നിത്യതയിലുണ്ട് പ്രിയമുള്ളവരെ. ആ കുഞ്ഞുങ്ങൾ 2 ആ അപ്പനും അമ്മയൊക്കെ സ്വർഗത്തിലുണ്ട്. നമ്മളങ്ങോട്ട് പോകുന്ന എൻ്റെ ചിന്ത. റോമാലേഖനത്തിൽ എബ്രായ ലേഖനത്തിൽ പൗലൂസ് പറയുന്ന ഒരു പദം, ദൈവപുത്രനെ ചവിട്ടികളെയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലുമെന്ന് നടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്ന പെന്തോക്കോസ്തുകാർ എങ്ങോട്ടാ പോണേ? മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ, അതുപോലെ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തൊരു ശിക്ഷ ഉണ്ടെന്ന് എബ്രായ ലേഖനം വായിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 31 വരെ വായിച്ചു. ഞാൻ പല പ്രാവശ്യം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെയും പിന്നെയും കേൾക്കുന്നുണ്ട്. നമുക്കിത് ഈ വചനങ്ങളൊക്കെ ഒന്ന് തറവാകും. 1000 പ്രാവശ്യം കേട്ടാലേ ചിലരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും തങ്ങത്തുള്ളൂ. ഇവിടെ 25 വർഷം കേട്ടോണ്ടിരുന്ന സഹോദരൻ നോക്കിയിട്ട് ഒരു വകയറിയത്തില്ല. പിന്നെയാണ് പല പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പല പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കുക. നീ നിന്നെ സൂക്ഷിക്കുക, ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അല്ലെങ്കിൽ നിനക്കുമില്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും ഇല്ല രക്ഷ. 2 കൂട്ടരും നശിച്ചു പോകാനിടയായി. പൗലോസിന്റെ ആ പ്രബോധനം എന്നെ വളരെ ചിന്തിപ്പിച്ചു. നമ്മുടെ വ്യക്തിത്വത്തെ സൂക്ഷിക്കുക. ദുരുപദേശങ്ങളൊക്കെ വല്ലവരും വെച്ച് വിളമ്പുമ്പോൾ വാരി തിന്നാലുണ്ടല്ലോ, അകക്കണ്ണ് കുരുടായി പോകും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിന്റെ ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന സുവിശേഷത്തിന് ഒരു വരവണ്ണം തെറ്റിച്ച് ആരെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കരുത്. പൗലോസ് തിമോഥെയോട് അന്യതാപദേശം ശ്രദ്ധിക്കരുതെന്ന് അവരോട് പറയാനായിട്ട് കൽപ്പന കൊടുക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശത്തിന് അപ്പുറം ഒരു ഉപദേശം, പ്രിയ ദൈവമക്കളെ, നമ്മൾ ആരും കേട്ടുപോകരുത്. കേട്ടാൽ അത് അന്യതാപദേശമാണ്. അത് നമ്മുടെ അകക്കണ്ണ് കുരുടാക്കും, നമ്മളെ നാശത്തിലേക്ക് തള്ളിക്കളയും. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പിശാചിന്റെ കടി വീഴും. ചെന്നായ്ക്കൾ കടിച്ചു കീറും ഹൃദയത്തിൻ്റെ ഉൾഭാഗത്ത്. ഹൃദയദൃഷ്ടി കുരുടാക്കി കളയും. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കി. പെന്തക്കോസ്തുകാരുടെ ഹൃദയം കുരുടാക്കി എന്നാ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കാൻ, അത് കുരുടായി കിടക്കുകയാണല്ലോ ഓൾറെഡി. അത് കുരുടാണല്ലോ. അതുകൊണ്ടുള്ള പൗലോസിനോട് പ്രവൃത്തി പുസ്തകത്തിൽ പറഞ്ഞത്, കുരുടന്മാരെ വെളിച്ചത്തിലേക്ക് നടത്താൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. കുരുടനെ വഴി കാട്ടിക്കൊണ്ടിരിക്കുക സഹോദരങ്ങളെ. ഞാൻ പിന്നെയും ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ പഴിക്കുകയോ ദൂഷിക്കുകയോ ഒന്നും ചെയ്യുകയല്ല. ഇന്നത്തെ റിയൽ യാഥാർത്ഥ്യം ഞാൻ തുറന്നു വയ്ക്കുക ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി BJP ഗവൺമെന്റിനെ അക്രമത്തെ തുറന്നു വെച്ചു. അതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയി മാറിയിരിപ്പോ. ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, എന്താ രാഹുൽ ഗാന്ധി കാണിച്ചത് തെറ്റാണോ? അദ്ദേഹം ഒരു വിമർശകനാണ്, അദ്ദേഹം സത്യം തുറന്നു പറയുക. അതുപോലെ ഈ അന്ത്യകാലത്ത് സത്യം തുറന്നു പറയണം.
ദുരുപദേശത്തിനും കള്ളപ്രവാചകന്മാർക്കും ദുരുപദേശത്തിനും എതിരെ ദൈവവചനമെന്ന വാളെടുത്ത് ശക്തിയോടെ വിലങ്ങും തലങ്ങും വെട്ടാനാണ് എനിക്ക് നിയോഗം. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനോ ആരെയും പരിഹസിക്കാനോ ആരെയും നിന്ദിക്കാനോ അല്ല. ദൈവവചന സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം മടങ്ങി വന്നു അരുമനാഥൻ വന്ന് എൻ്റെ സഭയെ ചേർക്കാൻ നേരമായി. സ്വർഗീയ സന്തോഷത്തിൻ്റെ ഉടമകളായി സ്വർഗത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഈ ദുരുപദേശം കേട്ട് ആരും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവേ, വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.